ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെലിവറി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിട്ടേ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുവെക്കുക. ഇന്ന് എൻ്റെ മൂത്ത രണ്ട് മക്കൾ കുഞ്ഞിനെ കാണാൻ വരുന്ന ഓരോ റിയാക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം. ദുവാ മോള എന്നിടെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ടുണ്ടായൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾക്കിങ്ങനെ എന്തോ ഇങ്ങനെ കുഞ്ഞിനെ കണ്ട ശേഷമല്ലേ ഭയങ്കര ഇങ്ങനെ ആലോചിക്കലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കലും എന്തെന്ന് ഓൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിട്ടാ എന്ത് സംഭവം എന്നുള്ളത്. പിന്നെ കുറച്ച് 1-2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയി, ഓൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയോള്. ഓളൊന്നിച്ചിട്ട് കളിക്കും അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ മോളൊന്ന് ഓക്കെ ആയി. അങ്ങനെ പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കലും പാട്ടുപാടലും ഇതുതന്നെയാണ് പിന്നത്തെ പരിപാടി. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവും. മെല്ലെ തൊടണം, ബേബിക്ക് വേദനയാവും എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാകും നമുക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളത്തേക്ക് മക്കളെ കൂട്ടിയിട്ട് വന്ന് സഹിച്ചാൽ തലേദിവസം രാത്രിയല്ലേ നമ്മൾ പെട്ടെന്ന് വേദനയെല്ലാം ആയിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ കൂട്ടാനും കഴിഞ്ഞിട്ടാണ്, അവർക്ക് എക്സാമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂട്ടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം കാത്തിട്ട് പറയുന്നുണ്ട് അതിന് സമയം പോന്നേ ഉണ്ടായിട്ടാണ് ബേബീനെ കാണണം, ഉമ്മാനെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരം സ്കൂളെല്ലാം വിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് സഹിച്ച് പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ബേബീനെ എല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയായി. കുറേ സമയം ഉണ്ടായിന്, രാത്രിയോളം ഉണ്ടായിന്. പിന്നെ പിറ്റേ ദിവസം ഉണ്ട് എക്സാം. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കാണ് പിന്നെ അവർ പോയിട്ടുണ്ടായത്. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന് മക്കൾക്ക് എത്ര വയസ്സ് എന്നെല്ലാം. ഇതാണ് മൂത്ത മോള്, ഓളെ പേര് അനം നഫീസ. ഓൾക്ക് ജനുവരി 8 ആകുമ്പോഴത്തേക്ക് 14 വയസ്സ് ഫുള്ളാവും. രണ്ടാമത്തത് മോന് അർമാൻ മുഹമ്മദ്, ഓനിക്ക് ഇപ്പോൾ 11 വയസ്സ് കഴിഞ്ഞ്. പിന്നെ മൂന്നാമത്തത് മെഹറ ജമീല, ജമ്മു എന്നാണ് വിളിക്കുന്നത്, ഓൾക്ക് 6 വയസ്സ് കഴിഞ്ഞ്. നാലാമത്തത് ദുവാ മോള്, ഓൾക്കിപ്പോൾ 2 വയസ്സും 4 മാസമായി. പിന്നെ നമ്മളെ 5ാമത്തെ മോന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ മക്കളെയും കൊണ്ട് സഹിച്ചാൽ ഇപ്പം തന്നെ പോവും. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായത്. എൻ്റെ ഡോക്ടർ ഭാഗത്തുനിന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിന്. ബേബീൻ്റെ ഡോക്ടർ ആ സമയമാകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിട്ടാ എന്തായാലും ഡിസ്ചാർജ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് പ്രസവിച്ചിട്ട് 24 hours ആണ് ബേബിക്ക് മഞ്ഞ ടെസ്റ്റ് ചെയ്യാനെന്ന്. മഞ്ഞ എന്തായാലും കുറച്ച് കാണുന്നുണ്ട്, കുറച്ച് സമയമെങ്കിലും NICU വെക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിന്. നല്ല ടെൻഷനായി. മക്കളാടെയും നമ്മുടെ എല്ലാം ആകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കേട്ടിട്ടാകുമ്പോൾ തന്നെ ആകെ മൂടേ മാറിപ്പോയി. അങ്ങനെ അന്ന് രാത്രി 10 മണിയാകുമ്പോൾ നഴ്സ് വന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. ബ്ലഡിന് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് കുറച്ച് അധികമൊന്നുമില്ല, എന്നാലും കുറച്ച് മഞ്ഞയുണ്ട്, കുറച്ച് സമയം എന്തായാലും NICU കിടത്തേണ്ടി വരുമെന്ന്. അല്ലെങ്കിൽ പുരയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മഞ്ഞ കൂടുതലായെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് മഞ്ഞ കുറച്ച് കുറഞ്ഞിട്ട് പോകുന്നത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കി, അന്ന് രാത്രി തന്നെ പറഞ്ഞു ഡോക്ടറോട് ഇന്ന് രാത്രി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ച് കുറയുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളെ റൂമിലേക്ക് ബേബീനെ കൊണ്ട് തന്നിട്ട് പാല് കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസം റൂമിലുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല ആകുമ്പോഴത്തേക്ക് പിന്നെ കുറേ ലേറ്റ് ആകുന്നല്ലേ. അപ്പോൾ ആടെ തന്നെ പോയിട്ട് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് അധിക സമയം കുഞ്ഞതിൻ്റെ ഉള്ളിൽ NICUൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ചൂടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിക്ക് മഞ്ഞ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു 3 മണിയുടെ സമയത്തും രാവിലെ 7 മണിക്കും അങ്ങനെ ഈ 2 മണിക്കൂർ ഇടവിട്ടിട്ട് NICUലേക്ക് ലേബർ റൂമിൻ്റെ ഉള്ളിലാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച പിറ്റേ ദിവസം നമുക്ക് നേരെ നടക്കാൻ പോലും കഴിയില്ലല്ലോ. എന്നാലും സാരില്ല പോരലെത്തിയിട്ട് നമുക്ക് നേരെ എടുക്കുക, റെസ്റ്റെല്ലാം എടുക്കുക. എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ആയെങ്കിൽ അത്രയും നല്ലത്. എക്സാമിൻ്റെ സമയമാണ്. ജമ്മു എന്തായാലും ഓൾ എന്നെ വിട്ടിട്ട് അങ്ങനെ പോയില്ല പുരയിൽ. അപ്പോൾ ഓൾ എക്സാമും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വിചാരിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കാൻ പോലും അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അൽഹംദുലില്ലാഹ് ടെസ്റ്റിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു മഞ്ഞ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് ഡിസ്ചാർജും തന്ന്. അങ്ങനെ 4-ാം ദിവസം നമ്മൾ ഡിസ്ചാർജായി. ഇപ്പോൾ ഫുള്ള് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനും എല്ലാം ഉണ്ട്. പിന്നെ എന്തെല്ലോ കുറേ സാധനങ്ങളെല്ലാം മേങ്ങാനെല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് മേങ്ങാൻ വേണ്ടിയിട്ട്
താഴ്ത്ത എൻ്റെ പെങ്ങളും പിന്നെ സായിച്ച ജമ്മുദുവ പെങ്ങളെ മോള് എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം മീങ്ങിയിട്ട് ഓർ വന്ന് പിന്നെ നമുക്ക് കുറച്ച് ആയുർവേദ മരുന്നെല്ലാം ഉണ്ടായില്ലേ കുടിക്കാനുള്ളതും, അതേപോലെ തന്നെ കാളീരം അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ടാകുന്നില്ലേ. അപ്പോൾ അത് എല്ലാം മേങ്ങാനുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും നമ്മൾ നോക്കുന്ന അതിൻ്റെ ഓരോ തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതും പിന്നെ വേറെ എന്തെല്ലോ ആവശ്യങ്ങളുണ്ടാകുന്നില്ലേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം മേങ്ങാനുണ്ടായിന്. പിന്നെ ദുവാ മോളെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ആക്കി ഫുഡ് കൊടുക്കാനും ഓളെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ വിചാരിച്ച്. കുഞ്ഞിക്ക് പിന്നെ ഇപ്പോൾ ഒന്നും അറിയാനായിട്ടാലോ, ഓനക്ക് പാൽ കൊടുത്തിട്ട് ഓനവിടെ കിടത്തിയാൽ മതിയല്ലോ. ഇവളെല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ ചെറിയൊരു മുന്നേ ഞാൻ ഓളെ നോക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ അവർക്ക് വാശി വരും. അതേപോലെ തന്നെ ചെറിയ കുഞ്ഞിന് ആ ഓരോ താഴെയുള്ള ആ ഒരു ചെറിയ ബേബീനും ഇഷ്ടമില്ലാതാവും, അതിനോട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ അതിൻ്റെ നേരെ മേലെയുള്ള ചെറിയ മക്കൾ, ഇപ്പോൾ ജമ്മുവിനാണെങ്കിൽ പോലും ചെറിയ കുഞ്ഞിനെ കുറേ സമയം എടുക്കുമ്പോൾ ഉമ്മാക്ക് തന്നെ വേണ്ടല്ലേ എന്നുള്ളൊരു തോട്ട് ഓൾക്കും ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാക്കിയുള്ള ചെറുതന്നല്ലേ, ഇപ്പോൾ ജമ്മു ആയാലും ദുആയാലും ചെറുതന്നല്ലേ. അപ്പോൾ ഓരോന്നും നല്ലോണം കെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞിനെ ഓർക്കും നല്ലോണം ഇഷ്ടമുണ്ടാവും. പിന്നെ ദുആ മോളെ മൂഡ് കംപ്ലീറ്റ് മാറി നേരെയായി. ഓളിതാ എൻ്റെ ഈ സാധനമെല്ലാം എടുത്തിട്ട് ഓള് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ചങ്ങ് സമാധാനമാവേ. ഫസ്റ്റ് ഓളാ ഒരു ഫേസ് കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന്. അങ്ങനെ നമ്മളെ ഡിസ്ചാർജിൻ്റെ ദിവസമായി. നമ്മളെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ എടുത്തു വെച്ച് മക്കളെല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കലാന്ന്. ഭയങ്കര ഹാപ്പി ഉണ്ടാവേ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. വിചാരിച്ചതിനേക്കാളും എല്ലാം അൽഹംദുലില്ലാ ഹൈറായിട്ട് നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ പുരയിലെത്തിയിട്ട് ഇതുപോലൊരു ചടങ്ങ് എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. നമ്മളെ കാസർഗോഡ് ഭാഗത്ത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ എനിക്കറിയില്ല വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാസർഗോഡ് ഭാഗത്തുണ്ട് ഇങ്ങനെ മഞ്ഞളും വേറെന്തിടുന്നതെന്ന് എനിക്കറിയില്ല. അതിലിട്ടിട്ട് വെള്ളത്തിലേക്ക് മഞ്ഞൾ മാത്രമാണെന്നറിയില്ല. അങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തലയിൽ കുഞ്ഞിനെയും ഉമ്മാനെയെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് അത് കണ്ണീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിരിക്കും, അറിയില്ല എനിക്ക് അതിൻ്റെ ശരിക്കും ഇതെന്ത് എന്നുള്ളത്. അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓതിയിട്ടെല്ലാം കുഞ്ഞിക്കെല്ലാം ഇങ്ങനെ ഊതിയിട്ട് വിസ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കയറ്റലാണ്. അങ്ങനെ നമ്മളെല്ലാവരും പുരയിലെത്തി. അൽഹംദുലില്ലാ. പഠിച്ചവനെ ഒന്നും കൂടി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാം ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു.